ആണുങ്ങൾക്ക് ആൺ അംഗത്തിന്റെ ഫോർസ്കിൻ സുറുക്കം വന്നിട്ടുണ്ട് എന്നാണെങ്കിൽ ഉടൻ. നിരവധി പേർ അതിനെ ശസ്ത്രക്രിയ ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ തയ്യാറെടുക്കണം? ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ലേ? എങ്ങനെയുള്ള തയ്യാറെടുപ്പാണ് നല്ലതായിരിക്കും? എവിടെയാണ് ശസ്ത്രക്രിയ ചെയ്യാൻ ജോലി ബാലൻസ് ചെയ്യാം? നിരവധി സംശയങ്ങൾ ഉണ്ടാകും. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ തയ്യാറാക്കണം എന്ന് ഈ ഫൈമോസിസ് ശസ്ത്രക്രിയയെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കാം. ഞാൻ ഗതമിരെ ശ്രീചക്ര ആശുപത്രി. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ ഉള്ള ഫൈമോസിസ് അല്ലെങ്കിൽ ഫോർസ്കിൻ ടൈറ്റനിങ് പ്ലേലിസ്റ്റിൽ പോയി അവിടെ ഉള്ള വീഡിയോകൾ കാണുകയും പ്രയോജനം നേടുകയും ചെയ്യൂ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ ചോദിക്കൂ. തുടർന്നും അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. പുരുഷന്മാർക്ക് പലർക്കും പുരുഷാവയവത്തിൽ ഫോർസ്കിൻ കുറച്ച് ചുരുങ്ങിയിരിക്കും. അതിനാൽ ആവർത്തിച്ചുള്ള അണുബാധ ഉണ്ടാകാം. ഒരുപക്ഷെ അല്ലെങ്കിൽ ബന്ധം നിലനിർത്താൻ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ശുചിത്വം പാലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം. ഏത് തരത്തിലുള്ള സാഹചര്യത്തിൽ അതിന് ഏറ്റവും നല്ല പരിഹാരം ശസ്ത്രക്രിയ. ആരെങ്കിലും തീർച്ചയായും ശസ്ത്രക്രിയ ശുപാർശ ചെയ്തിട്ടുണ്ടാവും. ശസ്ത്രക്രിയ എന്താണ്? നമുക്ക് അതിനെക്കുറിച്ച് നമ്മുടെ ചുറ്റുമുള്ള ആരും അത് ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നാം. എന്ത് തരത്തിലുള്ള തയ്യാറെടുപ്പ് വേണം? എങ്ങനെയാണ് എവിടേക്ക് പോയി ആ ചികിത്സ നൽകേണ്ടത്? പുനരധിവാസം എങ്ങനെയിരിക്കും? സംശയങ്ങൾ പലർക്കും ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നാം 7 പ്രധാനപ്പെട്ട പടികൾ പിന്തുടർന്നാൽ അതിൽ നിന്ന് നാം സൗകര്യപ്രദമായി ശസ്ത്രക്രിയ നടത്താം. ഓരോ പടിയും നോക്കാം. സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കൂ, ചർച്ച ചെയ്യാം. ആദ്യമായി നമുക്ക് അറിവ് വികസിപ്പിക്കണം. ഈ ശസ്ത്രക്രിയ എന്താണ്? ഏത് സെന്റർ ആണ് ഏറ്റവും മികച്ചത്? ഡോക്ടറുടെ അനുഭവം എത്രയാണെന്ന്? എന്തെല്ലാം തരത്തിലുള്ള ശസ്ത്രക്രിയകൾ ഉണ്ട്? ലേസറോ സ്റ്റാപ്ലറോ ഓപ്പൺ ആണോ ഏറ്റവും നല്ലത്? അതിന്റെ സാമ്പത്തിക ചെലവ് എത്രയാകും? നമ്മുടെ യാത്രാ സമയം എത്രയാകും? എവിടെ പോയി ഈ ശസ്ത്രക്രിയ നടത്താം? ആ സെന്ററിൽ മുമ്പ് ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? എന്നിങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ, അതായത് ആ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള മുഴുവൻ അറിവ് നമുക്ക് തീർച്ചയായും വികസിപ്പിക്കേണ്ടതാണ്. അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ സെന്ററിനെ ബന്ധപ്പെടുകയും സൗകര്യപ്രദമായി എല്ലാ സംശയങ്ങളും തീർച്ചയാക്കുന്നത് നിങ്ങളുടെ വേഗത്തിലുള്ള സുഖപ്രാപ്തിക്ക് അത് സഹായിക്കും. രണ്ടാമത്തേത് പ്രധാനപ്പെട്ടത് സ്വകാര്യ ഭാഗങ്ങളുടെ ചുറ്റും വളരെ ശുചിത്വം പാലിക്കണം. നല്ല ഒരു ആഴ്ച മുമ്പ് തന്നെ നല്ല സോഫ്റ്റ് സോപ്പുകൾ ഉപയോഗിച്ച് ദിവസേന 2 മുതൽ 3 തവണ കഴുകണം. എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ സ്വീകരിച്ച് ആ അണുബാധയും പൂർണ്ണമായി. അങ്ങനെയുള്ള ചെറിയ ചൊറിച്ചിൽ ധാരാളം ഉണ്ട്, അത്രമാത്രം. തീർത്തു മാറ്റണം. മൂന്നാമത്തേത് പ്രധാനപ്പെട്ടത് പൂർണ്ണമായും ഷേവ് ചെയ്യണം. കാരണം സർജറി ചെയ്യുമ്പോൾ അനസ്തീഷ്യ നൽകുമ്പോഴും സർജറി പ്രൊസീജിയർ നടത്തുമ്പോഴും സർജറിക്ക് ശേഷം സുഖപ്രാപ്തി നടക്കുമ്പോഴും സർജറി കഴിഞ്ഞ സുഖപ്രാപ്തി സമയത്തും ആ ഭാഗത്ത് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ പൂർണ്ണമായും ശരിയായ രീതിയിൽ ഷേവ് ചെയ്ത ശേഷം പോകുകയാണെങ്കിൽ അതിന് എളുപ്പത്തിൽ സുഖപ്രാപ്തി ഉണ്ടാകും. ബാലനൈറ്റിസ് കൂടാതെ ബാലനോപ്രോസ്റ്റാറ്റൈറ്റിസ് പുരുഷന്മാരുടെ ഫോർസ്കിൻ ഭാഗത്തോ മുൻഭാഗത്തോ ഉണ്ടാവുന്നു. മുട്ടുഭാഗത്ത് അണുബാധയോ ആകട്ടെ, ഈ അണുബാധ പലവിധം കാരണങ്ങളാൽ വരാം. ആ കാരണങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം അണുബാധ ഉണ്ടെങ്കിൽ ആ അണുബാധയ്ക്ക് അനുയോജ്യമായ ഡോക്ടറെ കാണുകയും ആന്റിബയോട്ടിക്കുകളും ആന്റിവൈറൽ ക്രീമുകളും ടാബ്ലറ്റുകളും എല്ലാം അവരുടെ ഉപദേശപ്രകാരം ഉപയോഗിച്ച് അതിനെ പൂർണ്ണമായും മാറ്റിക്കളയുകയും ശസ്ത്രക്രിയയ്ക്ക് പോകുന്നത് വളരെ വളരെ പ്രധാനമാണ്. നാലാമത്തേതായി പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ പ്രഷർ ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്നുകൾ, ഹൃദയ രോഗത്തിനുള്ള മരുന്നുകൾ, ക്ലോബിഡ്, ആസ്പിരിൻ പോലുള്ള മറ്റു മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ റെഗുലർ ആയി കാണുന്ന ഡോക്ടറെ ഇത്തരം കാര്യങ്ങൾക്കായി ഞങ്ങൾ ഒരു കൺസൾട്ടേഷനിലേക്ക് പോകുന്നു. നിയന്ത്രണത്തിലാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ പ്രൊസീജിയർ ഏകദേശം 5 മിനിറ്റേ ഉള്ളൂ. ഒരു പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ തന്നെ ആ സെന്ററിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്ന് നമ്മുടെ റൂട്ടീൻ ജോലികൾക്ക് തിരികെ പോകാം. അതിനാൽ തയ്യാർ വേണം. അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ സുഖം പ്രാപിക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അതിനാൽ ഡയബറ്റിക് നിയന്ത്രണം എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. ആറാമത്തേത്, ഇത് ഏകദേശം 10 മിനിറ്റ് മാത്രം വേണ്ടുന്ന ഒരു പ്രൊസീജിയർ ആണ്. അതിനാൽ സാധാരണയായി നമ്മൾ എളുപ്പത്തിൽ സ്വയം പോയി വരാം എന്നതിൽ ഉറപ്പായും പ്ലാൻ ചെയ്യേണ്ടതില്ല. കാരണം ഇതിലും അനസ്തീഷ്യ ഉണ്ട്, മരുന്നുകൾ കഴിച്ചിരിക്കും, യാത്ര ചെയ്യേണ്ടി വരും എല്ലാം. അതിനാൽ ഉറപ്പായും ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ബന്ധുവോ ബൈസ്റ്റാൻഡർ നമ്മോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകുന്നത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾക്ക് വേണ്ട അനുമതി അവരും ചേർന്നാണ് അംഗീകരണം നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. അതൊഴികെ ആ തയ്യാറെടുപ്പ് സമയവും ഹോസ്പിറ്റൽ സ്റ്റേയിൽ നമ്മൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടിവരും, ഒരു വെള്ളം കുടിക്കണം, ജ്യൂസുകൾ കുടിക്കണം. ഇങ്ങനെ ആവുമ്പോഴും ഒരു സഹായം ഉറപ്പായും ആവശ്യമാകും. അതിനാൽ ഉറപ്പായും ആരെങ്കിലും ഒരു ബൈസ്റ്റാൻഡർ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് വളരെ ആവശ്യമാണ്. ഏഴാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജോലി. ഈ സർജറിയെ ആശ്രയിച്ചുള്ളതുപോലെ നിങ്ങളുടെ ജോലി ഉറപ്പായും ബാധിക്കില്ല. 5 മിനിറ്റ് പ്രൊസീജിയർ കഴിഞ്ഞ് 10 കുറയ്ക്കുക 15 മിനിറ്റ് ഹോസ്പിറ്റലിൽ താമസിച്ച് പൂർണ്ണമായും നിങ്ങളുടെ പതിവ് ജോലികളിലേക്ക് മടങ്ങാം. അതിനാൽ നിങ്ങളുടെ ജോലി നിങ്ങൾ ആണെങ്കിലും അല്ലെങ്കിൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നതായാലും ആണെങ്കിലും ഈ രീതിയിൽ എല്ലാം നാം സമയം ഓർഗനൈസ് ചെയ്ത് അതിന് ഒരു ദിവസം മാത്രം ലീവ് എടുത്ത് ചെയ്താൽ മതി. നിങ്ങൾ ഏതെങ്കിലും കഠിനമായ പ്രവർത്തനം ചെയ്യുന്നവരും ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുന്നവരും മാനുവൽ ലേബർ ചെയ്യുന്നവരും ഇവർ എല്ലാവരും 3 ദിവസം ജോലിയിൽ നിന്ന് വിശ്രമം എടുക്കുക
നോക്കുക ഒരു ഓൾട്ടർനേറ്റീവ്. വ്യക്തിയെ നിങ്ങൾ ഒരുക്കി ഈ സർജറി പ്ലാൻ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ ഈ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിരിക്കുമെങ്കിൽ സർജറി വരുന്നത് കുറച്ച് 5 മിനിറ്റിൽ തീർന്നു. 20 മിനിറ്റിൽ നാം ആശുപത്രി വിട്ട് പുറത്തേക്ക്. ആദ്യ ദിവസം സാധാരണ പ്രവർത്തനത്തിലേക്ക് തിരികെ വരാം. അതിനാൽ ഈ വീഡിയോയിലേക്ക് നാം പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ പറയാത്ത വീഡിയോകൾ ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. മുഴുവൻ കാണും. ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ എന്റെ ആശംസകളോടെ ഡോ. അശോക്. നന്ദി, വണക്കം, സ്നേഹപൂർവ്വം.